ശരി ശരി എന്തായാലും ഇതിൻ്റെയൊക്കെ തുടർച്ചയായി എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ അല്ലെങ്കിൽ നാശനഷ്ടങ്ങളുണ്ടായാൽ കൃത്യമായി നേതാക്കളിൽ നിന്നതൊക്കെ ഈടാക്കണമെന്നൊരു തീരുമാനത്തിലേക്കൊക്കെ വന്നാൽ സമരങ്ങളുടെ രീതി തന്നെ മാറാനുള്ള സാധ്യതയുണ്ട്. കെ വി ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്ത നോക്കാം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലിന് പിന്നാലെ നടി റിനി ആൻഡ് ജോർജിനെ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപിച്ചവർക്കെതിരെ കേസെടുത്തു. ഷാജൻ സ്കറിയ, രാഹുൽ ഈശ്വർ, ബ്ലസൻ, ബാലകൃഷ്ണൻ എന്നിവരാണ് പ്രതികൾ. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, മറ്റാർക്കെങ്കിലെതിരെയും പരാതിയുണ്ടോ? സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വീഡിയോകളായിട്ടുമൊക്കെയാണ് ഇത്തരം വാർത്തകൾ എന്ന നിലയ്ക്കൊക്കെ പലരും പങ്കുവച്ചിരുന്നതാണ് ഇപ്പോൾ വിവാദമായി മാറിയത്. എന്തൊക്കെയാണ് വിവരം? നടി റിനി ആൻഡ് ജോർജ് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും അടക്കമാണ് ഈ പരാതി നൽകിയത്. ആ പരാതിയിൽ പേര് പരാമർശിച്ചിരിക്കുന്ന ആളുകളെ പ്രതിയേർത്തുകൊണ്ടാണ് ഇപ്പോൾ എറണാകുളം റൂറൽ സൈബർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഇപ്പോൾ 4 പ്രതികളാണ് ഈ കേസിലുള്ളത്. ഇവർക്കെതിരെ എല്ലാം ജാമ്യമില്ലാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. IT ആക്ടിലെ സെക്ഷൻ 67 പ്രകാരമാണ് പ്രധാനമായും ഈ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ BNS-ഉം കേരള പോലീസ് ആക്ടും അടക്കം ചുമത്തിയുള്ള FIR ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ ഇപ്പോൾ തുടരന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഈ പോസ്റ്റുകളെല്ലാം തന്നെ വിശദമായി പരിശോധിക്കുന്നു. 2 തരത്തിലാണ് ഇതിൻ്റെ അന്വേഷണം നടക്കുന്നത്. അതായത് ഈ റിനി ആൻഡ് ജോർജിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഈ അധിക്ഷേപകരമായ പോസ്റ്റുകൾ ഇട്ടിട്ടുള്ള ആൾക്കാർ, അവരെ കുറിച്ച് അന്വേഷണം നടത്തുന്നു. അതിൽ പലരുടെയും പേരുകളൊക്കെ തന്നെ ശരിയായ പേരുകളായിരിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെ അതിൽ ഒരു വിശദമായ അന്വേഷണം അക്കാര്യത്തിൽ ആവശ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ യൂട്യൂബ് ചാനലുകൾ വഴി അവരെ അധിക്ഷേപിച്ച മറ്റു ചിലരുണ്ട്, അവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. അങ്ങനെ 2 തരത്തിലാണ് ഈ കേസിന്റെ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകുമെന്നും എറണാകുളം റൂറൽ പോലീസ് അറിയിക്കുന്നു.